കുന്നംകുളത്ത് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടുന്നതുവരെ അനിശ്ചിതകാല സത്യഗ്രഹ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. പിരിച്ചുവിടും വരെ സനീഷ് കുമാർ ജോസഫും എ.കെ. അഷ്റഫും നിയമസഭാ കവാടത്തിന് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം ഇരിക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ്, ഇനിയിപ്പോൾ 11 ദിവസം കൂടിയാണ് സഭയുള്ളത്. അപ്പോൾ അതിനുള്ളിൽ ഈ ഒരു നടപടി വന്നില്ലെങ്കിൽ ആ ദിവസങ്ങളൊക്കെയും സമരം ഇരിക്കുമെന്ന് തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? അതെ, സഭയിലെ സത്യഗ്രഹ സമരത്തിന് അങ്ങനെ ഒരു രീതിയുണ്ട്. ഇവരിപ്പോ എന്തായാലും MLA-മാർക്ക് അവർക്ക് അവിടെ സഭയുടെ ഫ്ലോറിൽ തന്നെ കിടക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ സ്പീക്കറുടെ ഓഫീസ് ഒരുക്കി കൊടുക്കും. അമൃത, 12 ദിവസമാണ് സഭ ചേരാൻ തീരുമാനിച്ചത്. ഒക്ടോബർ മാസം 10 വരെയാണ് സഭ ചേരുന്നത്. ഇതിനിടയിൽ അടുത്ത ആഴ്ച സഭ അവധിയാണ്. ഈ വെള്ളിയാഴ്ചയോടുകൂടി സഭ തൽക്കാലത്തേക്കൊന്ന് പിരിയുന്നുണ്ട്. പിന്നെ ഒരാഴ്ച കാലം അവധിയാണ്. അതായത് വെള്ളിയാഴ്ചയോടുകൂടി സമരം അവസാനിപ്പിച്ച് വീണ്ടും സഭ ചേരുന്ന സമയത്തായിരിക്കും അവർ സത്യാഗ്രഹ സമരത്തിലേക്ക് വീണ്ടും പോകുന്നത്. ഈ പിരിച്ചുവിടുന്നത് വരെ സമരം എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിരിച്ചുവിടുമോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഒട്ട് വ്യക്തത വരുത്തിയിട്ടുമില്ല. കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ നടപടി വേണമെങ്കിൽ ആ ഘട്ടത്തിൽ ആലോചിക്കാം എന്ന് മറുപടി പറഞ്ഞ് ഒഴിവാവുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അതുകൊണ്ട് പിരിച്ചുവിടുമെന്ന സൂചന പോലും മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. അതുകൊണ്ട് സമരം ഈ സഭാ സമ്മേളന കാലയളവിൽ ഉടനീളം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നെന്തായാലും സഭ ഇപ്പോൾ പിരിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ രാവിലെ 9 മണിക്കാണ് സഭ ചേരുന്നത്. MLA-മാർ അതേസമയം തന്നെ സത്യാഗ്രഹ സമരം തുടരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അമൃത, സെയ്ഫ്, അതുപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയൊക്കെ ഇതിനു മുമ്പൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ പ്രധാനമായും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഒറ്റപ്പെട്ട സംഭവം, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് സേനയുടെ മനോവീര്യം തകർക്കരുത് എന്നുള്ള മറുപടികൾ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിരവധി പരാതികൾ ഒന്നിനു പിറകെ ഒന്നായി ഓരോ പരാതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കാണുന്നുണ്ട്. എത്രത്തോളം ഭീകരമാണ് പല പോലീസ് സ്റ്റേഷനുകളിലെയും അവസ്ഥ എന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയൊക്കെ നടക്കുമ്പോഴും ഇപ്പോഴും ഒരു നടപടിയിലേക്ക് കടക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചത് ഈ 2011 മുതൽ ആദ്യ പിണറായി സർക്കാർ വന്ന് ഇതുവരെ ഉണ്ടായ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയുമായി ബന്ധപ്പെട്ടാണ്. ഏതാണ്ട് 148 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തുവെന്ന് കണ്ടെത്തിയ ആൾക്കാരെയാണ് പിരിച്ചുവിട്ടതെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അതിനൊപ്പം തന്നെ അമൃത നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് സേനയുടെ മനോവീര്യം കെടുത്തുന്നു എന്നടക്കമുള്ള വിഷയങ്ങൾ ഏതാണ്ട് ഒരു 50 മിനിറ്റ് എടുത്താണ് മുഖ്യമന്ത്രി പ്രസംഗം നടത്തിയത്. അതിൽ മുഖ്യമന്ത്രി ആകെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് പോലീസ് സേനയെ ആകെ കുഴപ്പത്തിലാണ് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ശരിയല്ല. UDF സർക്കാരുകളുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങളും പ്രശ്നങ്ങളും പോലീസ് സേനയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. LDF സർക്കാരുകളുടെ കാലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞാണ് ഇരുന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഈ കുന്നംകുളത്തെ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നതെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രതികരണത്തിലേക്ക് മുഖ്യമന്ത്രി പോയില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത കാര്യം, അത് ആ പരാതി വന്ന ഉടനെ സസ്പെൻഡ് ചെയ്ത കാര്യം, അതിന്മേൽ നടപടിയെടുത്ത കാര്യങ്ങളടക്കം വിശദീകരിച്ച് കുറച്ച് സമയമാണ് എടുത്തത്. ബാക്കി സമയം മുഴുവൻ ഇടത് സർക്കാരുകളുടെ കാലത്ത് പോലീസ് സേനയിൽ അങ്ങനെ ക്രിമിനൽ വൽക്കരണം ഉണ്ടായിട്ടില്ല. ചില ഉദ്യോഗസ്ഥർ പോലീസിന്റെ നയവുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരിന്റെ പോലീസ് നയവുമായി ബന്ധപ്പെട്ട് ചേരാത്ത ചില ഉദ്യോഗസ്ഥരുണ്ട്. ആ ചില ഉദ്യോഗസ്ഥരെ പിടിച്ചുകൊണ്ട് പോലീസ് സേന ആകെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതേസമയം തന്നെ പ്രതിപക്ഷത്ത് നിന്നുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഘട്ടങ്ങളിൽ എല്ലാം ഈ സർക്കാരുകളുടെ, ഈ 2 സർക്കാരുകളുടെ കാലത്തുണ്ടായ പോലീസ് മർദ്ദനങ്ങളെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. 2 MLA-മാർ സംസാരിച്ച് തുടങ്ങിയത് തന്നെ 1977 ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് ഏൽക്കേണ്ടി വന്ന മർദ്ദനം, അന്ന് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗം, അത് പറഞ്ഞുകൊണ്ടാണ് ആ 2 MLA-മാർ സംസാരം തുടങ്ങിയത് തന്നെ. മുഖ്യമന്ത്രി അതേക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. അതിനൊപ്പം തന്നെ ഈ സഭയിലുണ്ടായ ബാക്കിയുള്ള ആൾക്കാർക്ക് നേരിടേണ്ടി വന്ന മർദ്ദനങ്ങൾ, LDF സർക്കാരുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരിടേണ്ടി വന്ന മർദ്ദനങ്ങൾ, മറ്റ് വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമം, അവർ ഉണ്ടാക്കിയെടുത്ത ആ പ്രതിഷേധത്തെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷെ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 2.25 മണിക്കൂറോളം ചർച്ച നടന്നുവെങ്കിലും പ്രതിപക്ഷത്തിന്റെ ആവശ്യം അവരെ പിരിച്ചുവിടണം എന്നുള്ളതാണ്. അത് അംഗീകരിക്കും
തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അതിനകത്ത് നടപടി വേണമെങ്കിൽ എടുക്കാം എന്ന നിലപാടാണ് അമൃത മുഖ്യമന്ത്രി സ്വീകരിച്ചത്.